ആ ഘട്ടത്തിൽ രാഹുൽ എന്ന പേര് പരാമർശിച്ചുകൊണ്ട് ഒരഭിപ്രായവും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വ്യക്തി ആരാണെന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഏറ്റവും ക്ലിയറായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. ഒരു ബഹുജന പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പു നൽകുവാൻ ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ ഏറ്റവും കളങ്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നടത്തിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ചുമതലയിൽ നിന്ന് മാറിയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിയമസഭാ സാമാജികനായി തുടരുവാൻ ആ വ്യക്തിക്ക് അർഹതയില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടതാണ്, നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ട് കാലങ്ങളായി എന്ന് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഈ പെൺകുട്ടി തന്നെ പറയുകയുണ്ടായി. ഇത്ര കാലം ഈ പരാതി കയ്യിൽ വച്ചിരിക്കുകയായിരുന്നു. പകൽമാന്യന്മാരായിട്ടുള്ള ഇത്തരം വ്യക്തികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. വലിയ വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.